പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ചുറ്റുമുള്ളവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് അവരെൻ്റെയും വളർച്ചയ്ക്ക് തടസ്സമാകുമോ എന്ന് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഈ വചനം ഇത്രയധികം കേട്ടിട്ടും ഈ ചിന്താഭാരമൊക്കെ എന്തിനാ ഇങ്ങനെ ചുമക്കുന്നത്? ഇന്നത് കർത്താവിനെ ഏൽപ്പിക്കുവാനെന്ന് തീരുമാനിച്ചേ. തോട്ടക്കാരന് തോട്ടത്തിൻ്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ആ തോട്ടത്തിലെ മനോഹരമായൊരു തൈയാകുന്നു നിങ്ങൾ. നിങ്ങളെ പരിപാലിക്കുവാൻ തോട്ടക്കാരന് നന്നായിട്ടറിയാം. കള വളർന്നോട്ടെ, കള വളർന്നെന്നും പറഞ്ഞ് തൈയാകുന്ന നിങ്ങൾക്ക് കേടൊന്നും വരത്തില്ല. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാം വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ തോട്ടക്കാരൻ ഇപ്രകാരം പറയുന്നു, രണ്ടും ഒരുമിച്ച് വളരട്ടെ. കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ കള പറിക്കാൻ പോയാൽ അത് നല്ല ചെടിയെയും ബാധിച്ചേക്കാം. അതിൻ്റെ വേരുമിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തോട്ടക്കാരൻ പറയുന്നു, കൊയ്ത്തുകാലം എപ്പോഴാണെന്ന് തനിക്കറിയാം. അതുകൊണ്ട് കൊയ്ത്തിന് തൊട്ടു മുമ്പ് കള പറിച്ചു കളയാം. അതുവരെ വളർന്നോട്ടെ. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വളർച്ചയ്ക്ക് മറ്റൊന്നും തടസ്സമാകത്തില്ല. ഒന്നിനെയും ഒഴിവാക്കാനോ പറിച്ചു കളയാനോ ഒന്നും ശ്രമിക്കണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കുക. ദൈവകരത്തിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കുക. മാത്രമല്ല, ഈ ചിന്താഭാരം ഇവിടെ അവസാനിപ്പിക്കുക. റോമർ 8:28 എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി തീരുമെന്നല്ലേ? അങ്ങനാണെങ്കിൽ കളയെപ്പറ്റി ഒന്നും ചിന്തിച്ച് ഭാരപ്പെടണ്ട. നിങ്ങൾ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. തോട്ടക്കാരനാക്കിയിരിക്കുന്ന ആ തോട്ടത്തിൽ നല്ലൊരു തൈയായി തോട്ടക്കാരൻ്റെ കരത്തിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുക. അവിടുത്തെ കരത്താൽ നിങ്ങൾ പരിപാലിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ സകലതും അവിടുന്ന് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ആയതുകൊണ്ട് ഇനിയും ചിന്താഭാരം വേണ്ട. ഒന്നും ആരും നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകത്തില്ല. തോട്ടക്കാരൻ്റെ കൈയാൽ നിങ്ങൾ മനോഹരമായി പരിപാലിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് നിർണയിച്ചിരിക്കുന്ന ആ ഭാവിയെയോ വളർച്ചയെയോ തടയുവാൻ ഒന്നിനും സാധ്യമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതറിയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, കർത്താവിനെ ആഴമായി സ്നേഹിക്കുക. അവിടുന്ന് നിങ്ങളെ നട്ടിരിക്കുന്ന തോട്ടത്തിൽ വിശ്വസ്തയോടെ ഫലം കായ്ക്കുക. ചുറ്റുമുള്ള കളകൾ നിങ്ങളുടെ വിഷയമേ അല്ല. ബ്ലെസ് യു.